ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായി ഞാൻ ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു തിരക്കുകളും കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഞാനും വിച്ചുവും കിച്ചണിലായിരുന്നു. അപ്പം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മുടെ കലവൂർ ഫാമിലിയും അതേപോലെ തന്നെ ആലപ്പുഴ ഫാമിലിയും പിന്നെ വിച്ചുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷവും ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആനിവേഴ്സറി വ്ളോഗാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണിലെ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ശ്രുതിലപ്പനും ശ്രീകുട്ടനും അതുപോലെ തന്നെ കാർത്തിക്കുട്ടനും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി കുഞ്ഞുമക്കളെല്ലാവരും കൂടി ഇരുന്ന് കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ നമ്മുടെ ഫാമിലി എല്ലാവരും ഒത്തുകൂടി ഒരു ആഘോഷങ്ങളിലേക്കൊക്കെ പോകുന്നത്. അതേപോലെ തുളസി അച്ഛനും അച്ചായിയും അതേപോലെ ശ്രീരാജേട്ടനും ഒക്കെ ഇരുന്ന് എല്ലാവരും കൂടി ഒത്തുകൂടുമ്പം ആ ഒരു കുടുംബ വിശേഷങ്ങളും കുട്ടി കുട്ടി വർത്തമാനങ്ങളും അതുപോലെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും വിഷ് ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും വരുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. പിന്നീട് കേക്ക് കട്ട് ചെയ്യാനുള്ള ആ ഒരു ഇതിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ വിച്ചുവിൻ്റെ ഫ്രണ്ട്സ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരോടും ഒരു 7 മണി സമയമായിരുന്നു, വൈകിട്ട് 7 മണി സമയമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അവരെത്തിയപ്പോഴത്തേക്കും ഒരു 7:15 ആയി. അപ്പോൾ എന്തായാലും നമ്മൾ അവർ വരുന്നത് വരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ വരുന്നവരെല്ലാവരും ജസ്റ്റ് ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോകുകയാണ് കേട്ടോ. എല്ലാവരെയും ഭയങ്കര സ്പെഷ്യലായിട്ട് വീഡിയോയിൽ കാണിച്ചേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോകുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ആനിവേഴ്സറി കേക്ക് ഗിഫ്റ്റ് ചെയ്തത് ലക്ഷ്മി ചേച്ചിയും ശ്രീരാജേട്ടനുമാണ്. അപ്പോൾ എന്തായാലും ഒരു സ്പെഷ്യൽ താങ്ക്സ്. അടിപൊളി കേക്കായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടെയുണ്ട്. കാരണം ഓരോരുത്തർക്കും അവർക്ക് എല്ലാവർക്കും ഞങ്ങളെക്കാളും ഇൻട്രസ്റ്റ് അവർക്കായിരുന്നു കേക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരെയും നിർത്തി വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചു. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഗിഫ്റ്റ് തരുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിച്ചുവിൻ്റെ വളരെ ലേറ്റായിട്ട് വന്ന ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഗിഫ്റ്റൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാഞ്ചനാൻ്റിയുടെ ഗിഫ്റ്റാണ്. അപ്പോൾ പാറക്കുട്ടി ആണ് തന്നത് ഗിഫ്റ്റ്. അതേപോലെ സുമാൻറ്റി ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നു. ഒത്തിരി ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതിനുശേഷം രാധാപ്പിയുടെ വക ഗിഫ്റ്റ് ഞങ്ങൾക്ക് തന്നു. അതേപോലെ തന്നെ ഇതെൻ്റെ അച്ഛനാണ്. അച്ഛൻ ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ വീഡിയോയുടെ അവസാനം അൺബോക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് വിച്ചുവിൻ്റെ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് തന്ന ഒരു ഗിഫ്റ്റാണ്. അതും വളരെ സ്പെഷ്യലായിരുന്നു. അതുപോലെ തന്നെ അച്ചായി ഞങ്ങൾക്ക് ക്യാഷാണ് തന്നത്. വളരെ വ്യത്യസ്തമായിട്ട് ഗിഫ്റ്റിന് പകരം ക്യാഷ് കിട്ടി. അപ്പോൾ ചേച്ചി ആ സമയത്ത്, ഇത് ലക്ഷ്മി ചേച്ചി, എനിക്ക് തോന്നുന്നു പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, എൻ്റെ നാത്തൂനാണ്. അപ്പോൾ ചേച്ചി കുവൈറ്റിലാണ്. അപ്പോൾ ചേച്ചി മാത്രമാണ് നമ്മളുടെ ഈ ഒരു ഇവൻറ്റിൽ ഇല്ലാതെ പോയത്, പ്രസൻസ് ഇല്ലാതെ പോയത്. പക്ഷെ അവിടുന്ന് നമുക്ക് എല്ലാ വിശ്വസവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡിങ് പരിപാടി തുടങ്ങുവാണ്. ബിരിയാണി ആയിരുന്നു നമ്മളെല്ലാവർക്കും കരുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബിരിയാണി കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചോറും മീൻകറിയും അങ്ങനെ ഒരു ചെറിയ സെറ്റപ്പും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുഞ്ഞു മക്കളെ എല്ലാവരെയും ഇരുത്തി, അതുപോലെ തന്നെ മുതിർന്ന അച്ഛന്മാരെ എല്ലാവരെയും ഇരുത്തി
ഭക്ഷണമൊക്കെ കൊടുത്തു. അതുപോലെ വിച്ചുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഈ ഒരു സമയത്ത് നമുക്ക് താഴെ എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ട് വിച്ചുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാം മുകളിലിരുന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അത് നമ്മൾക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മുകളിലോട്ട് പോയി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ ശ്രീരാജേട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് സൂപ്പറാന്ന് പറയുമായിരുന്നു. അപ്പോൾ എന്തായാലും ഫുഡ് നമ്മൾ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് കാറ്ററിംഗ് സർവീസൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഫുഡിങ് പരിപാടിയെല്ലാം ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ കുഞ്ഞു മക്കളെയൊക്കെ അമ്മമാരും ഒക്കെ അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാ ഏറ്റവും ലാസ്റ്റ് തന്നെ ചേച്ചിയും പ്രിയൻ ചേട്ടനും ഒക്കെ വന്നു. അപ്പോൾ അവർക്ക് ജോലിയുടെ ആ ഒരു തിരക്കുകളൊക്കെ കൊണ്ട് ഇത്തിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. അങ്ങനെ അവരും ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നു. അങ്ങനെ ഇതാ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരും പരസ്പരം കാണുമ്പോൾ ഒത്തിരി സംസാരിക്കാനൊക്കെ ഉണ്ടാകുമല്ലോ, വിശേഷങ്ങളും കുശലങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. അപ്പം ഇതാണ് എൻ്റെ ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വ്ളോഗ്. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ എനിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണണം. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അങ്ങനെ ദാ എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഞങ്ങളും ഭക്ഷണം കഴിച്ചു. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി. അതിനുശേഷം ഞാൻ ദാ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുവാണ്. അപ്പോൾ ഇതെനിക്ക് തന്നത് സുമാൻ്റെയും ചിറ്റനുമാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സീനറി ആയിരുന്നു കേട്ടോ. ഇങ്ങനെ കിളികളൊക്കെ ഇങ്ങനെ നിരന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അച്ചായും അമ്മയും തന്നിട്ടുണ്ടായിരുന്നത് ക്യാഷ് ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് 1000 റുപ്പീസ് അവർ തന്നു കേട്ടോ. അതിനുശേഷം പിന്നീട് ഇതാണ് എനിക്ക് കലവൂരിന്ന് അച്ഛൻ തന്ന ഗിഫ്റ്റ്. ഭയങ്കര രസമായിരുന്നു. അത് പൊട്ടിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മയിൽപ്പീലിയും അതേപോലെ തന്നെ ഓടക്കുഴലും ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇതെനിക്ക് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തത്, ഞാനല്ലേ എനിക്കെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് എനിക്കും വിച്ചുവിനും കൂടി ഉള്ളതാണ്. അപ്പം ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തത് ഇത് രാധാപ്പയാണ്. വിച്ചുവിനൊരു ടീഷർട്ടും അതുപോലെ തന്നെ എനിക്കൊരു ടോപ്പുമാണ്. അപ്പം ഡ്രസ്സ് ഐറ്റമായിട്ട് ഇത് മാത്രമാണ് കേട്ടോ കിട്ടിയത്. ബാക്കിയെല്ലാം ഇങ്ങനെ സീനറീസൊക്കെയാണ്. പക്ഷേ സീനറീസൊക്കെ ആകുമ്പോൾ നമുക്ക് ഫോർ എവർ എന്നും നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പം ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പം ദാ ഇത് തന്നിട്ടുള്ളത് ധന്യ ചേച്ചിയും പ്രിയൻ ചേട്ടനുമാണ്. ഇത് ഒരു പെർഫ്യൂമിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. അതും കൊള്ളാം, സൂപ്പർ. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് സെറ്റ്, 2 ഗ്ലാസ് അല്ല, കപ്പില്ല, നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന അത്യാവശ്യം വലിപ്പമുള്ള കപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള 2 കപ്പ് കിട്ടി. അതുപോലെ തന്നെ ഇതെനിക്ക് ഗിഫ്റ്റ് ചെയ്തത് കാഞ്ചന ആൻറ്റിയാണ്. അത് ദാ കൃഷ്ണനും രാധയും, മൊത്തത്തിലൊരു കൃഷ്ണൻ രാധ ആ ഒരു കോമ്പിനേഷനായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തോ കൃഷ്ണൻ്റെയും രാധയുടെയും വലിയൊരു അനുഗ്രഹം ഉള്ളതുപോലെ തോന്നി. അതിലിങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇത് വിച്ചുവിൻ്റെ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്ത സ്പെഷ്യൽ ഗിഫ്റ്റ്. അത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അത്യാവശ്യം വലിപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്തുവാണെന്ന് കാണാനുള്ള ഒരു ആകാംക്ഷയോടെ എടുത്ത് വെച്ച് പൊട്ടിക്കുമായിരുന്നു. അപ്പോൾ അതാ പൊട്ടിച്ചപ്പോൾ അതും ഒരു അടിപൊളി കൃഷ്ണനും രാധയും. ഭയങ്കര രസമുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. അപ്പോൾ ഇതിലുണ്ടായ ഒരു ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്, ഈ തിരക്കുകൾക്കിടയിലെല്ലാം ഞങ്ങളുടെ ഗിഫ്റ്റ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൈമാറാനായിട്ട് മറന്നുപോയി എന്നുള്ളത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റും പിന്നെ കുറേ ഗിഫ്റ്റ് കിട്ടിയ ആ ഒരു സന്തോഷവും എല്ലാം കൊണ്ട് അത് വിട്ടുപോയി. ഏറ്റവും അവസാനം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഓർത്തത്, അയ്യോ ഗിഫ്റ്റ് കൊടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ ദാ വിച്ചുവിന് ഞാനൊരു റിങ്ങാണ് ഗിഫ്റ്റ് ചെയ്തത്. അതുപോലെ വിച്ചു എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് ഒരു വാച്ചാണ്. വളരെ ഭംഗിയുള്ള, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് എൻ്റെ കളർ ഒരു ബ്ലൂ കളറിലെ, ഡാർക്ക് ബ്ലൂ കളറിലെ നല്ലൊരു അടിപൊളി വാച്ചാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. അപ്പോൾ താങ്ക് യു സോ മച്ച് വിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു ഫാമിലി വെഡ്ഡിങ് ആനിവേഴ്സറി വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.